അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കപ്പെടേണ്ട മൂന്നുകൾ. ശ്രദ്ധിക്കപ്പെടേണ്ട മൂന്നുകൾ എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ, അങ്ങനെയുള്ള 5 മൂന്നുകളാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. വളരെ മനസ്സിലാക്കേണ്ട അറിവ് ആയതുകൊണ്ട് ക്ലിപ്പ് പൂർണ്ണമായി കേട്ടാൽ ആ സമയം വെറുതെ നഷ്ടപ്പെടുകയില്ല എന്നുണർത്തുകയും. ഒന്നാമത്തെ മൂന്ന്, ദുസ്വഭാവം കാണിച്ചാലും അവരോട് ഉദ്ർ നൽകപ്പെടണം, കാരണം നൽകപ്പെടണം. അങ്ങനത്തെ 3 വിഭാഗം ആളുകളുണ്ട്. 3 വിഭാഗം ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമുക്ക് ദുസ്വഭാവം അനുഭവപ്പെട്ടാൽ, നമുക്ക് തൃപ്തികരമല്ലാത്ത പെരുമാറ്റം 3 വിഭാഗം ആളുകളിൽ നിന്നുണ്ടായാൽ അവരോട് നാം വിട്ടുവീഴ്ച ചെയ്യണം. നാം അവരോട് നല്ല സ്വഭാവം കാണിക്കണം. ആരൊക്കെയാണ്? ഒന്നാൽ മരീദ്, രോഗി. രോഗിക്ക് രോഗമായതുകൊണ്ട് അവനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങൾ കാരണമായി അവനിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം കാണാം. നാം വിട്ടുവീഴ്ച ചെയ്യണം. 2, അൽ മുസാഫിർ, യാത്രക്കാരൻ. യാത്ര എന്ന് പറയുന്നത് ഒരു തരം പ്രയാസമുണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് ചില സമയത്ത് യാത്രയിൽ സ്വഭാവ വ്യത്യാസം കാണാം. അത് നാം വിട്ടുവീഴ്ച ചെയ്യാം. നോമ്പുകാരൻ, നോമ്പുള്ള മനുഷ്യൻ. എല്ലാവരും എന്നല്ല, ചില നോമ്പുകാരൊക്കെ നോമ്പ് നോറ്റ് ക്ഷീണിച്ചാൽ പെരുമാറ്റത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ കാണാം. സ്വാഭാവികമായിട്ട് തെറ്റ് ചെയ്യും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, എല്ലാവർക്കും ഉണ്ടാകും എന്നുമല്ല. ഏതെങ്കിലും നോമ്പുകാരനിൽ നിന്നോ യാത്രക്കാരനിൽ നിന്നോ രോഗിയിൽ നിന്നോ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായാൽ പരമാവധി നാം ക്ഷമ പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരോട് പെരുമാറണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബഹിജത്തുൽ മജാലിസ് എന്ന കിതാബിൽ ഇത് കാണാം. ഇതാണ് ആദ്യത്തെ 3 കാര്യം. ശ്രദ്ധിക്കപ്പെടേണ്ട 3കളാണ് ഞാൻ പറയുന്നത്. 2, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസൂലു ശർരി സലാസത്തുൻ, നാശത്തിന്റെ അടിസ്ഥാനം 3 എണ്ണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. 1, അൽ ഹിർസു, അത്യാഗ്രഹം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോരേണ്ടി വന്നത്, നമ്മുടെ ഒക്കെ പിതാമഹനായ ആദം നബിക്ക് അതിന് കാരണമായത് ഹിർസാണ്, അത്യാഗ്രഹം. ആ വൃക്ഷത്തിലുള്ള പഴം തിന്നണം എന്നുള്ള അമിതമായ ആഗ്രഹം. 2, ഇത് ഞാൻ പറയുന്നല്ല, ഹസൻ റളിയല്ലാഹു അൻഹു. 2, അൽ ഹസദ്, അസൂയ. അസൂയയെ സൂക്ഷിച്ചാൽ കുറെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മാനപ്പെട്ട ആദം നബിയുടെ 2 മക്കൾ, ഹാബീൽ, ഖാബീൽ. അവരിൽ നിന്ന് ഒരാൾ മറ്റേയാളെ കൊന്നത്. ഖാബീൽ ഹാബീലിനെ കൊല്ലാനുള്ള കാരണം അസൂയയാണ്. ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ചെയ്ത തെറ്റുമാണത്. അതേ പ്രകാരം തന്നെ അൽ കിബ്റു, 3ാമത്തത് കിബ്റാണ്. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് ഇബ്ലീസിനെ തടഞ്ഞത് കിബ്റാണ്. എത്രയോ ഇബാദത്ത് ചെയ്ത ഒരു ആളായിരുന്നു ഇബ്ലീസ്. പക്ഷെ അവിടെ നിന്നെല്ലാം അവൻ നീങ്ങി ഏറ്റവും മോശപ്പെട്ടവനായി മാറാനുള്ള കാരണം കിബ്റാണ്. അപ്പൊ കിബ്ർ
അസൂയ, അത്യാഗ്രഹം, ഈ മൂന്നെണ്ണത്തിനെ സൂക്ഷിച്ചാൽ ഒരുവിധം ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഒരു 3 കാര്യം കൂടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അലി, അലിയെ, 3 കാര്യങ്ങളെ ലാ തുഅഖിർഹ, ഒരിക്കലും പിന്തിക്കാൻ പാടില്ല സമയമായാൽ. ഒന്നാം സ്വലാത്തു, നിസ്കാരം, ഫർളായ നിസ്കാരം അതിന്റെ ടൈമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്തിക്കരുത്. 2 വൽ ജനാസത്തു ഇദാ ഹളറത്, മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ നിസ്കരിക്കാതെ പിന്തിക്കാൻ പാടില്ല. പെട്ടെന്ന് നിസ്കരിച്ച് ഖബറിൽ കൊണ്ടുപോയി മറമാണ്. മരിച്ചാൽ തന്നെ ആ മയ്യത്തിനെ മറമാടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടണം എന്നാണ്. 3-മത്തത് അയ്യിം. അയ്യിം എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമെത്തിയ സ്ത്രീയും പുരുഷനും. ഇവർക്ക് കുഫുവത്ത യോജിച്ചതായ ആളുകളെ ലഭിച്ചാൽ വിവാഹിതരാക്കുന്നതിനെ തൊട്ട് അവരുടെ രക്ഷിതാക്കളെ പിന്തിക്കാൻ പാടില്ല, വിവാഹം ചെയ്തു കൊടുക്കണം. ഇനി ഒരു 3 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൈമൂൻ ബിൻ മിഹ്റാൻ എന്നവരാണ് ഈ 3 കാര്യം പറയുന്നത്. ബഹ്ജത്തുൽ മജാലിസ് എന്ന കിതാബിലാണ് ഇത് കാണാൻ സാധിക്കുക. അദ്ദേഹം പറയുന്നു, സലാസത്തുൻ യുഅദ്ദൈന ഇലൽ ബർരി വൽ ഫാജിരി. 3 കാര്യം, അത് നല്ല ആളുകളോടാണെങ്കിലും ചീത്ത ആളുകളോടാണെങ്കിലും നാം പാലിക്കണം എന്നാണ്. ആരാണെന്ന് നോക്കേണ്ടതില്ല ഈ 3 കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ. ഒന്ന്, അൽ അമാനത്ത്, വിശ്വസ്തത. വിശ്വസിച്ചുകൊണ്ട് വല്ല കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവരോട് വീട്ടണം. അവന് നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കേണ്ടതില്ല. മൈമൂൻ ബിൻ മിഹ്റാൻ എന്നവരാണ് അത് രേഖപ്പെടുത്തുന്നത്. 2, കരാർ. ഒരു കരാർ ചെയ്താൽ അത് പാലിക്കണം. അത് നന്മയുള്ളവനോട്, നല്ലവനാണെങ്കിലും ഹാജിറാണ്, തമ്മാടിയാണെങ്കിലും കരാർ പാലിക്കണം. 3, കുടുംബബന്ധം. കുടുംബബന്ധം പുലർത്തുക എന്നതാണ്. അത് നല്ല ആളോടാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിൽ ആ കുടുംബം അദ്ദേഹം നല്ലവനാണോ ചീത്തയാണോ നോക്കേണ്ട ആവശ്യമില്ല. അവനോട് കുടുംബബന്ധം പുലർത്തണം, അത് പാലിക്കണം, നല്ല നിലയിൽ അവനോട് വർത്തിക്കണം. ബഹ്ജത്തുൽ മജാലിസിൽ നിന്നാണ് ഈ അറിവുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉപകാരമുള്ള ഒരു അറിവാക്കി മാറ്റട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് നൽകുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അതാണ് കേൾക്കുന്നതിന് വേണ്ടി എനിക്ക് നൽകേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.